പഴയ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താണ് ചിലരുടെ അഭിപ്രായം? പഴയ മുഖ്യമന്ത്രി ചിരി കുറവാണെന്ന്. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ ഉറങ്ങുമ്പോഴും ചിരിക്കും, ഉറക്കത്തിലും ചിരിക്കുന്ന മനുഷ്യനാണ്. സാധാരണ ഉറങ്ങുമ്പോൾ ആരും വീഡിയോ എടുക്കാറില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രി ഉറങ്ങുമ്പോൾ ചിരിക്കുന്ന വീഡിയോയും പുറത്തിറങ്ങുകയാണ്. എന്തൊരു മനുഷ്യൻ, എന്തൊരു നല്ല മനുഷ്യൻ, ഉറങ്ങുമ്പോൾ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഇനി വിലക്കയറ്റുണ്ടായാലും എന്താ പ്രശ്നം? ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലേ? ഇനി മെഡിക്കൽ കോളേജിൽ ഫീസ് ചുമത്തിയാൽ എന്താ പ്രശ്നം? ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലേ? ഇനി പവർ കട്ട് ലോഡ് ഷെഡിംഗ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലേ? ഇങ്ങനെ നുണദിനം കേരളത്തിന് സമ്മാനിച്ചൊരു മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി മാറി. എന്തൊക്കെ കള്ള പ്രചരണമായിരുന്നു കേരളത്തിൽ നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കേരളത്തിൽ നടത്തിയ കള്ള പ്രചരണങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റാൻ ചില വിവാദങ്ങൾ കൊണ്ടുവരുന്നു. ബിജെപിയും കോൺഗ്രസും നിലപാടുകളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ, കേന്ദ്ര സർക്കാരിനെതിരെ ഗൌരവമേറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും അജണ്ടകളെ വഴിമാറ്റാൻ മതവർഗീയത ഒരു പ്രധാന പ്രശ്നമായി ഉപയോഗിക്കുന്നു. അതിനാണ് ഇപ്പോൾ വന്ദേമാതര വിവാദം ബിജെപി ബോധപൂർവ്വം കൊണ്ടുവരുന്നത്. വന്ദേമാതര പ്രശ്നം ഒരു മതവർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഈരടികൾ ആവേശത്തോടുകൂടി ഇന്ത്യ സ്വീകരിച്ചെങ്കിൽ, അത് ഇന്ത്യയിലെ ജനങ്ങളെ, ബഹുസ്വര സമൂഹമായ ഇന്ത്യയിലെ ജനങ്ങളെയാകെ യോജിപ്പിക്കാൻ ഉപയോഗിച്ചെങ്കിൽ, വന്ദേമാതരം പൂർണ്ണമായി പാടുന്നത് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ പോലും അംഗീകരിക്കാത്ത കാര്യമാണ്. കാരണം ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിക്ക് മറ്റ് മതവിഭാഗങ്ങളിലുള്ളവരുടെ മേൽ ഹിന്ദു മതങ്ങളിലെ ദൈവങ്ങളെക്കുറിച്ച് ഉള്ള ഗാനങ്ങളോ വാർത്തകളോ സർക്കാർ പരിപാടിയിൽ അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ല. വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപം അതാണ്. അപ്പോൾ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി പോലും അംഗീകരിക്കാത്ത കാര്യമാണ് വളരെ ബോധപൂർവ്വം വന്ദേമാതരത്തിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. വന്ദേമാതരം പൂർണ്ണമായും ഈരടികൾ പാടുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കാനല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഈരടികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉൾപ്പെടെ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. ഇതാണ് വ്യത്യാസം. ഇതിൽ UDF ഗവൺമെന്റ് എടുത്ത നിലപാട്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലി. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിയമസഭയിൽ വന്ദേമാതരം ചൊല്ലി. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയുടെ ആഗ്രഹപ്രകാരം ചീഫ് സെക്രട്ടറി ഓഗസ്റ്റ് 15 സർക്കാർ പരിപാടികളിൽ വന്ദേമാതരം നിർബന്ധമായും പാടണം എന്നുള്ള സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതാണ് UDF ഭരണത്തിന്റെ പ്രത്യേകത. ബിജെപി ആയാലും കോൺഗ്രസ് ആയാലും ഒരുപോലെ സംസ്ഥാനത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് പൊതുവെ നമുക്ക് കാണാനുള്ളത്. ബിജെപി കേരളത്തിൽ ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുക? അതിന് സമാനമായ നിലപാടുകളാണ് ഇവിടെ കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുടർച്ചയായി ചെയ്യുന്നു. 992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഘട്ടത്തിൽ മതനിരപേക്ഷ മനസ്സുകളാകെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് വഞ്ചകരാണെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസിൽ നിന്നും കേരളത്തിലാകുന്നു. 2014 ബിജെപി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ബിജെപി വീണ്ടും വരാതിരിക്കാൻ പ്രതിപക്ഷ പാർട്ടികളാകെ ഒന്നിച്ചു. അതിന് ഇന്ത്യ എന്ന പേരുമിട്ടു. അതിനെപ്പോലും കേരളത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നഷ്ടപ്പെട്ട മതനിരപേക്ഷ വോട്ടർമാർ, മതന്യൂനപക്ഷ വിഭാഗങ്ങളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ക്യാമ്പയിനാണ് ഇവിടെ ഉപയോഗിച്ചത്. അതല്ലേ ഉപയോഗിച്ചത്? ഇവിടെ ഇരിക്കുന്ന ഈ ജോയ് ഉൾപ്പെടെ ലോക്സഭയിൽ പരാജയപ്പെടാൻ കാരണം പ്രധാനമായി ഉപയോഗിച്ച ക്യാമ്പയിൻ എന്താണ്? കേന്ദ്രത്തിൽ ബിജെപി എതിർക്കുന്നത് കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പോരെ എന്ന ക്യാമ്പയിനാണ്. ഈ പ്രചരണത്തിനാണ് ബിജെപി വിരുദ്ധ പോരാട്ടത്തെ പോലും കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറായത്. അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. അപ്പോ ബിജെപി വിരുദ്ധതയെ പോലും ഇടതുപക്ഷ വിരുദ്ധതയാക്കി മാറ്റി കേരളത്തിൽ 992 നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ ഉള്ള ശ്രമമാണ് ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ശക്തികൾ ശ്രമിച്ചത്. ഇങ്ങനെയുള്ള ഒരു നാറിയ ഭരണമാണ് ഈ കേരളത്തിൽ. ഇങ്ങനെയുള്ള ഒരു നാറിയ ഭരണം ഈ കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനം ഹക്കിന്റെയും മിതുലജിന്റെയും പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ആണ്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഡിവൈഎഫ്ഐ എങ്ങനെയാണ് പുതിയ കാലത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ജനാധിപത്യപരമായ ചർച്ച ചെയ്യാനും തീരുമാനം കൈക്കൊള്ളുവാനുമാണ് ഈ സമ്മേളനം. നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ
സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളുമെല്ലാം 980 മുതൽ എടുത്താൽ ഇന്ന് കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പലരുമുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം വഹിക്കുന്നവരുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ വളർന്നു വരുന്ന പുതുതലമുറയെ വക്രീകരിക്കാനും കോമാളികളാക്കാനും അഹങ്കാരികളാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രായം കുറഞ്ഞ വ്യക്തികളെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളെയൊക്കെ തന്നെ അവർ മോശപ്പെട്ടവരാണ്, അഹങ്കാരികളാണ്, കോമാളികളാണ് എന്ന് വക്രീകരിക്കുന്നതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അത്തരം ക്യാമ്പയിനുകളും നമ്മുടെ നാട്ടിലാകെ നടന്നു വരുന്ന കാലത്ത് അതിനെയൊക്കെ കണ്ടുകൊണ്ട് പുതിയ കാലത്ത് എങ്ങനെയായിരിക്കണം ഡിവൈഎഫ്ഐ പ്രവർത്തിക്കേണ്ടത് എന്ന് നിശ്ചയിക്കാനും നിരവധി പേർ ജീവൻ നൽകിയ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനത്തിൽ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യം.